സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറവട്ടത്ത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളിൽ പലരും. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്നവരുണ്ടാവാം. അതേപോലെ രണ്ടാം ഘട്ട ആദ്യമായിട്ട് അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്നവരുണ്ടാവാം. ഇനി ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ ഉള്ളത് മാനേജ്മെൻറ്റ് സീറ്റിൽ എങ്ങനെയാണ് പ്രവേശനമെന്നും എപ്പോഴാണ് പ്രവേശനം എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള പ്രവേശനം UG ക്യാപ്പ് വഴി അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ക്യാപ്പ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന ആർക്കും മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ തേടാവുന്നതാണ്. അത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാപ്പ് ID ഉള്ള ആർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജുകളിൽ അവിടെ പോയി അവരുടെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രത്യേകം അപേക്ഷ സമർപ്പിച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടേണ്ടത്. 19/8/2022 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് 19/8/2022 വരും. 20/8/2022 മുതൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. 20/8/2022 മുതൽ. അപ്പോൾ അന്ന് പോയി അപ്ലൈ ചെയ്താൽ മതിയോ അല്ല അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യണോ എന്നും പലർക്കും സംശയമുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് നേരത്തെ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ആദ്യം എന്നുള്ള നിലയിൽ നൽകുന്ന മാനേജ്മെൻറ്റുകളുണ്ട്. അതേപോലെ അപ്ലിക്കേഷൻ കിട്ടിയ എല്ലാം റാങ്ക് അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തുകൊണ്ട് അതിനുശേഷം സീറ്റ് അലോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ളത് കൊണ്ട് തന്നെ 20-ാം തീയതി നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ അപേക്ഷ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് സീറ്റ് കഴിഞ്ഞു എന്നെല്ലാം പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള അപേക്ഷ വാങ്ങി ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അറിയേണ്ടതാണ്. ഓരോ കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ അഡ്മിഷൻ വിവിധ രൂപത്തിലായതിനാൽ അതൊരു ചാനൽ വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഏതെങ്കിലും രൂപത്തിലോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഓരോ കോളേജിൻ്റെയും ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായതിനാൽ എപ്പോൾ അഡ്മിഷൻ നടത്തണം, എങ്ങനെ അഡ്മിഷൻ നടത്തണം, ആർക്ക് കൊടുക്കണം എല്ലാം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ആയതിനാൽ അതിൽ ഈ ഓരോ കോമൺ ഡെസിഷൻ എങ്ങനെ എന്നുള്ളത് പറയാൻ സാധ്യമല്ല. അതേസമയം ഒറ്റൊരു കാര്യം ഓർമ്മിക്കുക, മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും UG ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മാനേജ്മെൻറ്റ് സീറ്റിനും അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാലും മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അതേപോലെ എയ്ഡഡ് കോളേജുകളിലും മാനേജ്മെൻറ്റ് സീറ്റിലെ പ്രവേശനം എപ്പോൾ എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് സീറ്റിലെ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപേക്ഷാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വേഗം അതിൻ്റെ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. ഇത് UG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ സൈറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.